ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇഷ്ടപരമ്പര സാന്ത്വനം തമിഴിലെ പോലെ തന്നെ സെയിം പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കഥ തന്നെയായിരുന്നു തമിഴിലും. ഇതേപോലെ തന്നെ അനുശ്രീ അലോകിൻ്റെ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് തമിഴിലെ പോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഭാഗം എന്തായാലും മലയാളത്തിൽ 100% കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ബാലൻ്റെ അടുത്ത് കാലി വീണിട്ട് നമ്മുടെ അനു പൊട്ടിക്കരയാണ്. അനുമോളോട് ക്ഷമിക്കണം അച്ഛൻ അനുമോളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേക്കും ബാലനും അറിയാം എന്തോ വലിയൊരു കാരണത്തിന് പിന്നിലാണ് അനു ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ നമ്മുടെ ജീവന്റെ വീട്ടുകാർ പറഞ്ഞതും ജീവന്റെ അമ്മ കാർക്കിച്ച് തുപ്പിയതും ജീവനും വീട്ടുകാരൊക്കെ തല കുനിച്ച് നാണം കെട്ട് പോയതും ഇവരെ വഴക്ക് പറഞ്ഞതൊന്നും ബാലന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലൻ അനുവിനോട് ക്ഷമിക്കുന്നില്ല കേട്ടോ. ഇറങ്ങിപ്പോ, ഇനി എൻ്റെ കൺമുമ്പിൽ നിന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ അകത്തേക്ക് കയറി പോകാൻ നെഞ്ച് തകർന്നിട്ട്. അത് കണ്ടിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, നീ ഒരിക്കലും ഗുണം പിടിക്കലടി, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതിയും അകത്തേക്ക് പോവാണ്. പിന്നീട് 3 ഏടത്തിമാരുടെയും അവസരമാണ്. ദേവി, മീനാക്ഷി, മിത്ര, ഇവർ 3 പേരും അനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, നിന്നെ ഞങ്ങൾ അനിയത്തിനെ പോലെയാണ് ഞങ്ങൾ 3 ഏടത്തിമാരെ കണ്ടത്, സ്വന്തം മോളെ പോലെയല്ലേ കണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ദേവിയെടുത്തിലെ കുഞ്ഞിൻ്റെ അവസ്ഥ അതെങ്കിലും നിനക്ക് ആലോചിച്ച് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനു കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നോട് ഏടത്തിമാർ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ വേറെ ആര് ക്ഷമിച്ചാലും ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് മിത്രയും മീനാക്ഷിയും അകത്തേക്ക് കയറി പോവാണ്. ദേവി ഒരു ദയനീയാവസ്ഥയോടെ അനുവിനെ നോക്കുന്നുണ്ട്. ദേവി എടുത്തി പ്ലീസ് എന്ന് പറയുമ്പോൾ, സോറി മോളെ, ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ വിഷമം എനിക്കത് കണ്ടിൽ നടിക്കാൻ പറ്റില്ല മോളെ, സോറി എന്ന് പറഞ്ഞിട്ട് ദേവിയും അകത്തേക്ക് കയറി പോവാണ്. അലോകല ആകാശും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും ധർമ്മം മാമനും ആനന്ദൊക്കെ കയറിയിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി നീയും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല, ഞങ്ങൾക്ക് ഒരു അനിയത്തി ഇല്ല, ഞങ്ങളുടെ അനിയത്തി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആര്യനും ആകാശും ആനന്ദും അകത്തേക്ക് കയറി പോണത്. ധർമ്മൻ അനുവിനോട് ചോദിക്കേണ്ട, മോളെ സത്യം പറ, നിന്നെ ആരെങ്കിലും ബലം പ്രയോഗിച്ചിട്ടാണോ ഈ വിവാഹം കഴിപ്പിച്ചത്? എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണോ? ഈ ദേവമംഗലത്തിൽ എല്ലാവരെയും കൊന്നുകളയോന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുകന്യയുടെ മുഖത്തേക്ക് മാമനൊന്ന് നോക്കുന്നുണ്ട്. സുകന്യ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ അവിടെ അങ്ങ് നിൽക്കുക കേട്ടോ. അപ്പൊ അനു പറഞ്ഞില്ല മാമ, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ശരി മോളെ, നീ നന്നായിട്ട് വാ, അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ധർമ്മനും അകത്ത് പോവാണ്. സുകന്യ പറയുന്നുണ്ട് നമ്മുടെ അലോക്, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ ആക്ഷൻ കാണിച്ചിട്ട് സുകന്യയും അകത്തേക്ക് പോവാണ്. ശേഷം ദേവമംഗലം വാതിൽ ലോക്ക് ചെയ്ത് വെക്കുവാണ് നമ്മുടെ ബാലൻ. അതിന് അനു അങ്ങോട്ട് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി വാതിലും ജനലൊക്കെ എല്ലാം പൂട്ടി അടച്ചു വെക്കുവാട്ടോ ബാലൻ. അങ്ങനെ അനു ഇങ്ങനെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അലോക്, ഇവിടെ എന്തിനാണ് ഈ പിശാശെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയത്? അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും അലോകെ, നീ കലക്കിയടാ, വിചാരിച്ച പോലെ തന്നെ നീ ഇവളെ വിവാഹം കഴിച്ചല്ലോ, നന്നായി. അമ്മേ, ഇനി അമ്മ എന്ത് നോക്കി നിൽക്കുക? നിലവിളക്ക് റെഡിയാക്ക്, എടുത്തി നിലവിളക്ക് റെഡിയാക്ക്. അനുമോള് വലത് കാലം വെച്ച് കയറണം. രാഹുകാലം കഴിഞ്ഞ മുമ്പ് പെണ്ണും ചെറുക്കനും വീട്ടിലേക്ക് കയറണം. വാ അമ്മ ഒന്ന് അടങ്ങിയിരിക്കുക, അമ്മ എന്തുദ്ദേശിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? എടാ, ഇനി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അപ്പൊ അച്യുതൻ പറയണ്ടേ, അതെ ഏട്ടാ, എന്തായാലും ഒരു പിള്ളേരുടെ വിവാഹം കഴിഞ്ഞു, അപ്പൊ നമുക്കൊരു റിസപ്ഷൻ വെച്ചാലോ? എടാ മിണ്ടാതിരിയടാ, ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കെട്ടിടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ നമ്മുടെ രാജശ്രീ പറയണ്ട അച്യുതനോട്, എന്തായാലും നമ്മുടെ മോൻ കലകലക്കി. അനുവിനെ വിവാഹം കഴിക്കുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇതുപോലെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതേടി, എൻ്റെ മോൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയണം. അങ്ങനെ അനുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രാജശ്രീ നിലവിളക്കൊക്കെ കൊടുത്ത് വലതുകാല് വെച്ചിട്ട് കൃഷ്ണമംഗലത്തിലേക്ക് കയറ്റുവാട്ടോ. അങ്ങനെ നമ്മുടെ അനുശ്രീ ആണെങ്കിൽ വലതുകാല് വെച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അനുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലൊക്കെ കൃഷ്ണമംഗലം കുളം തോണ്ടി നാറാണക്കലെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വലതുകാല് വെച്ചിട്ടല്ല ഇടതുകാല് വെച്ചിട്ടാണ് അനു അകത്തേക്ക് കയറുന്നത് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ രാജശ്രീ പറയണ്ട, അച്യുതേട്ടാ നമുക്ക് അവരുടെ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ, ഇന്ന് അവിടെ ആദ്യ രാത്രിയല്ലേ? എടി, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യണം. നമ്മുടെ മോൻ്റെ വിവാഹം കഴിഞ്ഞ് നമുക്ക് കൊട്ടിഘോഷിച്ച് ആഘോഷിക്കേണ്ടേടി. വിവാഹേ നടത്തിയില്ല, വിവാഹത്തിന്റെ റിസപ്ഷൻ എല്ലാവരെയും വിളിക്കണം, നമുക്ക് ആഘോഷമായിട്ട് നടത്തണം എന്നൊക്കെ പറയാണ്. എന്തായാലും നിന്റെ മുഖത്തൊരു വിഷമം പോലെ എന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ, അവൾക്ക് 75 പവൻ കൊടുക്കാന്ന് ബാലൻ പറഞ്ഞിരുന്നു, പിന്നെ 10 ലക്ഷം രൂപ വേറെ, പിന്നെ കാറ്, അതൊക്കെ നമ്മുടെ മോനെ കിട്ടില്ലല്ലോ എന്നോർത്തൊരു വിഷമം പോലെ. എടി, അവിടെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അനുയുടെ വിഹിതം അനുക്ക് തന്നെ കിട്ടും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവല്ലേ. എന്തായാലും ബാലനും ഗോമതിയും ഇന്ന് എല്ലായിടം പോയി നാണം കെട്ടില്ലേ, ഇതിനേക്കാളും വലിയ എന്താടി നമുക്കിനി വേണ്ടത്? നീ നോക്ക്, വർഷങ്ങൾക്ക് മുമ്പ് ഗോമതി നമ്മുടെ മുഖത്ത് കരിവാരി തേച്ച് ബാലന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ അതേ ഗോമതിന്റെ മാലിന്റെ മകൾ അവരുടെ മുഖത്ത് കരിവാരി തേച്ച് നമ്മുടെ മകന്റെ കൂടെ ഇറങ്ങി വന്നു. എടി, അതാടി കർമ്മ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണം.
അവര്. അങ്ങനെ റൂമിൽ അനു ഇങ്ങനെ ഇരിക്കാണ്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അലോക് വരുന്നുണ്ട്. വാതിൽ ഓക്കെയാണ്. എടി നീ എന്തുദ്ദേശിച്ചടി ഈ താലിമാല കഴുത്തിലണിയത്? ഞാനാണ് നിന്റെ കഴുത്തിൽ താലിമാല കിട്ടിയത്. ഏയ് നിങ്ങൾ കിട്ടിയതെന്നല്ല, പക്ഷേ ഈ താലിമാല എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ വിവാഹം മുടക്കിയിട്ട് നീ കോടീശ്വരിനെ വിവാഹം കഴിക്കണ്ട, ഇനി നിന്റെ ജീവിതത്തിൽ ഞാൻ മതി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അലോക് പണ്ടോ അപ്പം നീ പകരം വീട്ടുവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിയമപരമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണ്. ഇനി നിങ്ങൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് എൻ്റെ മധുര പ്രതികാരം. എൻ്റെ വീട്ടുകാരുടെ നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിലും ഞാൻ നിങ്ങളെ കൊണ്ട് എണ്ണി എണ്ണി പകരം വീട്ടിപ്പിക്കും എന്ന് പറയാണ്. അവിടേക്ക് വാതിൽ മുട്ടുവാണ് നമ്മുടെ മുത്തശ്ശി കേട്ടോ. അപ്പൊ അലോക് വാതിൽ തുറക്കുന്നുണ്ട്. എടാ സമയം ഉച്ചയായിട്ടുള്ളൂ, അപ്പോഴേക്കും അവളെയും കയറ്റിക്കൊണ്ട് വാതിൽ അങ്ങോട്ട് അടച്ചോടാ. എടാ അതിനൊക്കെ സമയവും കാലമൊക്കെ ഉണ്ട് എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോക് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ മുത്തശ്ശി ചോദിക്കണം, മോളെ നീ എന്തിനാ മോളെ അലോകിനെ വിവാഹം കഴിച്ചത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അഥവാ നിനക്ക് അലോകിനെ വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താനേലോ. എന്തായാലും എൻ്റെ കൊച്ചുമകൾ തന്നെ ഈ വീട്ടിലേക്ക് വന്നല്ലോ, അതിനെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയണം. അങ്ങനെ ആദ്യരാത്രി അത് മറ്റും ഒരുക്കമൊന്നും ആദ്യരാത്രി ഒന്നും ആഘോഷിക്കണമെന്നില്ല കേട്ടോ ഇവര്. അലോകാണെങ്കിൽ അനുവിനെ കാണുന്നതേ ദേഷ്യമാണ്. അനു ആണെങ്കിൽ രാവിലെ തന്നെ പുറത്തേക്ക് പോവാട്ടോ. അപ്പൊ അലോക് നമ്മുടെ അമ്മയോട് ചോദിക്കണം, അമ്മേ അവൾ എവിടെ പോയി? അനു അവള് അമ്പലത്തിൽ അതുപോലെ പോയതാ, പിന്നെ എന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന്. എടാ അവൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവും, അവളുടെ സാധനങ്ങളൊക്കെ ദേവമംഗലത്തല്ലേ, ഇവിടെ അവൾക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ പുറത്തിറങ്ങിയതായിരിക്കും എന്ന് പറയണം. അപ്പൊ നോക്കുമ്പോൾ അനു ഒരു കാറൊക്കെ പിടിച്ച് അവിടെ വരുവാട്ടോ. ഇവൾക്ക് അതിന് എവിടുന്ന പൈസ? കൈവീശിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്, പിന്നെ ഇവൾക്ക് എങ്ങനെയാ പൈസ എന്നൊക്കെ അലോക് വിചാരിക്കണം. നോക്കുമ്പോൾ നമ്മുടെ അനു അകത്തേക്ക് വന്നിട്ട് പറഞ്ഞതേ, എനിക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് ആഭരണങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ റോൾഡ് ഗോൾഡാ, ആഭരണങ്ങളൊന്നും ഇല്ല. കല്യാണം കഴിയുമ്പോൾ അച്ഛൻ ആഭരണം ഇട്ട് തരുള്ളായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു 10-20 പവൻ ആഭരണം വാങ്ങിച്ചു. പിന്നെ ഉടുക്കാൻ നല്ല വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങിച്ചു. പിന്നെ എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ, എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ, പിന്നെ എനിക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം അതിൻ്റെ പൈസ ഉണ്ടായിരുന്നോ? ഓ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ. ഓ ഞാൻ പഠിക്കല്ലേ അമ്മായി, പിന്നെ എൻ്റെ കയ്യിൽ എങ്ങനെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അലോകിൻ്റെ ആയിരുന്നു മാത്രം. എൻ്റെയോ? എടി മഹാപാവി, എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ നീ എടുത്തിട്ട് പോയോ? എടുത്തിട്ട് പോയി. ഇനി മുതൽ നിങ്ങളുടെ എല്ലാം എൻ്റെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അനു അകത്തേക്ക് കയറി പോവാണ്. ഇത് കേൾക്കണ മുത്തശ്ശി അനുവിൻ്റെ കൂടെ മുറിയിലേക്ക് പോയിട്ട് പറഞ്ഞു, മോളെ കലക്കി, അവനെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടി തന്നെയാണ് മോള് കൊടുത്തത്. ഇന്നത്തോടെ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ തീർന്നു. ഇനി അവൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, വേറെ അക്കൗണ്ടാ, അതാർക്കും അറിയില്ല. ആ പൈസയും കൂടി നീ തീർക്കണം. അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശി. നാളെ ഞാൻ എൻ്റെ പേരിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി പോവാം. അതിന് നിനക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയാവോ? ഇല്ലെന്നേ, ഇത് തന്നെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ നമ്മൾ ആദ്യ കാറും അവസാന കാറും. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു കാർ വേണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നത്. എന്തായാലും കാർ ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോവാം. അത് പുതിയ കാറാകുമ്പോൾ നല്ലതല്ലേ? അലോകിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും മുത്തശ്ശി? അതെ, ആർക്കും പറയാത്ത പൈസയാ. ഇവനെ ഇവിടുന്ന് കടിച്ചു മാറ്റുന്ന പൈസയാ. എൻ്റെ പൈസയുണ്ട്, ഒരു 40 ലക്ഷം രൂപയുണ്ടെന്നാ തോന്നുന്നത്. അപ്പോൾ ഒരു 37-40 ലക്ഷം രൂപയുടെ കാർ എടുക്കാം അല്ലേ മുത്തശ്ശി? അതേ മോളെ കലക്കി എന്ന് പറയാണ്. അങ്ങനെ അലോകിൻ്റെ പൈസ കൊണ്ട് കാറും ലക്ഷറി ആയിട്ടുള്ള ജീവിതവും നയിക്കുകയാണ് നമ്മുടെ അനു കേട്ടോ. അപ്പോൾ അനു പകരം വീട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.